ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെയും നമ്മുടെ പൂർവ്വ തലമുറകളെയും അനുഗ്രഹിച്ച കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ദ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 2 വേഴ്സ് 10. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? പൂർവകാലത്തിൻ്റെ നന്മകളെ ഓർക്കാൻ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടും. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് മനസ്സറിഞ്ഞ് തിരുമുമ്പാകെ ആലപിക്കേണ്ട ഗാനമാണ്. പ്രഭാഷകന്റെ പുസ്തകം പ്രബോധന ഗ്രന്ഥങ്ങളിൽ വിസ്ഡം ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ്. ഒരു തലമുറ ജീവിച്ച വിശ്വാസത്തിൻ്റെ, അവരനുഭവിച്ച ദൈവാനുഭവത്തിൻ്റെ കുറിപ്പാണ് ഈ വിസ്ഡം ലിറ്ററേച്ചർ. ഈ വചനം നമ്മെ ക്ഷണിക്കുന്നത് രക്ഷാകര ചരിത്രത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ വിശ്വസ്തതയെ തിരിച്ചറിയാനാണ്. കർത്താവ് എന്നും വിശ്വസ്തനാണെന്ന്, തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് കൈവിട്ട് കളയില്ലെന്ന് പൂർവകാലത്തിൻ്റെ ചരിത്രം നോക്കി മനസ്സിലാക്കാൻ ഈ വചനം ആഹ്വാനം ചെയ്യും. വിശ്വാസം ശക്തി പ്രാപിക്കുന്നത് ഓർമ്മയിലാണ്. ഫെയ്ത്ത് is strengthened by memory. ഇപ്പോൾ ഈ നേരത്ത് വിശ്വാസത്തിന് ഇളക്കം തട്ടുമ്പോൾ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കണേ. നിന്റെ വിശ്വാസം നിന്റെ ഓർമ്മകളാൽ ദൃഢമാക്കപ്പെടും. കർത്താവ് വിശ്വസ്തനാണെന്ന് നമ്മുടെ ജീവിതത്തിൽ അവൻ തെളിയിച്ച നേരങ്ങളെ ഓർത്തെടുക്കണേ. മുന്നോട്ട് നടക്കാൻ ബലമില്ലാത്ത വിധം വിശ്വാസം ശിഥിലമാകുന്ന നേരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. കൺമുമ്പിൽ കുറ്റാക്കുരിട്ട് മാത്രം കാണുന്ന നേരം. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി പേര് നമുക്കിടയിലും നമ്മുടെ ചുറ്റുമുണ്ട്. അവരോടൊക്കെ ഈ വചനം പറഞ്ഞു കൊടുക്കണം. ഈ ശുശ്രൂഷ അവർക്ക് പങ്കുവെച്ച് നൽകണം. അവരോട് ചേർന്ന് പ്രാർത്ഥിക്കണം. മുന്നോട്ട് നടക്കാൻ വെളിച്ചമില്ലാതായി പോകുന്നൊരു നേരത്ത് പിറകിലെ വഴിയിൽ തെളിഞ്ഞ ദീപങ്ങളെ ഓർക്കണേ. മുന്നോട്ട് നടക്കാൻ കഴിയാത്ത വിധം ഇരുട്ട് പടരുന്നുണ്ടെങ്കിൽ നീ നടന്ന വഴികളിലെ വെളിച്ചത്തെ ധ്യാനിക്കണം. അത് ഇനി മുന്നോട്ടുള്ള വഴികളിലേക്ക് വെളിച്ചം വീശും. സെയിൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ്, മഹാനായ ബേസിൽ പുണ്യവാൻ സഭാപിതാവാണ്, പറയുന്നൊരു കാര്യമുണ്ട്. ദ മെമ്മറി ഓഫ് ഗോഡ്സ് വർക്ക്സ് ഗീവ്സ് സ്ട്രെങ്ത് ടു പെർസിവറൻസ്. ദ മെമ്മറി ഓഫ് ഗോഡ്സ് വർക്ക്സ് ഗീവ് സ്ട്രെങ്ത് ടു പെർസിവറൻസ്. നിലനിൽപ്പിന് അത്യാവശ്യം നമുക്ക് വേണ്ടത് അതാണ്. പെർസിവറൻസ്, നിലനിൽപ്പ്, സ്ഥിരത. നിലനിൽപ്പിന് ദൈവപ്രവർത്തികളുടെ ഓർമ്മ നമ്മെ സഹായിക്കുമെന്ന്. ചാഞ്ചാടി നിൽക്കുന്നൊരു നേരമായത്. വിശ്വാസം ഉലഞ്ഞു നിൽക്കുന്ന നേരം. ആ നേരത്ത് ഇളക്കം തട്ടാതിരിക്കാൻ കർത്താവ് ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഓർമ്മകൾ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ തമ്പുരാനെ, വിശ്വസ്തനായ ദൈവമേ, പൂർവകാലത്ത് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഓർമ്മകൾ
എനിക്ക് വിശ്വാസത്തിൻ്റെ നങ്കൂരമായി ഭവിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ വഞ്ചി, ഈ കപ്പൽ, നിരവധി സങ്കടങ്ങളുടെ കൊടുങ്കാറ്റേറ്റ് ആടിയുലയുന്നൊരു നേരത്ത് എൻ്റെ ഓർമ്മകളെ ഞാൻ നങ്കൂരമാക്കി ഇടട്ടെ. അണുവിട ചലിക്കാതെ ഞാൻ നിന്നിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ ഈശോയെ. എൻ്റെ ഓർമ്മകൾ എന്നിൽ കൃതജ്ഞത നിറയ്ക്കുകയും മുന്നോട്ട് നടക്കാൻ എനിക്ക് ധൈര്യം നൽകുകയും ചെയ്യട്ടെ. നടത്തിയ വഴികളെ ഓർത്ത് നന്ദി നാഥ. ഞാൻ നടന്നതല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു, നീ നടത്തിയതാണ്. ഇത്രത്തോളം എത്തിയത് ഞാനല്ല കർത്താവേ, നീയാണ് എന്നെ എത്തിച്ചു തന്നു. നിന്റെ കാരുണ്യത്തെ, നിന്റെ കനിവിനെ ഞാൻ ഏറ്റുപറയുന്നു ഈശോ. ഇതുവരെ നടത്തിയവനെ ഇനിയും നടത്തണേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.